Hello, this is Dr. Abbas Watoli, Assistant Professor, Amal College of Advanced Studies, Nilampur. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. സാലറീസ്, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സസ്. അതിൽ 4ാമത്തെ ഹെഡാണ് ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഓർ ലോസിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഹെഡിലാണ് ഉള്ളത്. ഫസ്റ്റ് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് പറയാം. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണല്ലോ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് held by an assessee whether or not connected with his business or profession. എന്ത് തരം പ്രോപ്പർട്ടി ആണെങ്കിലും ഒരു അസസ്സിയുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. എന്നാൽ അതിന് ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സംഷൻസ് ഉണ്ട്. ചില പ്രോപ്പർട്ടികൾക്ക് എക്സംഷൻ ഉണ്ട്. ഒന്ന്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ബിസിനസ്സിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് വിൽക്കാൻ വേണ്ടി വെച്ച കാര്യങ്ങൾ എന്തെല്ലാം ക്യാപിറ്റൽ ഗെയിൻ അല്ല. പേഴ്സണൽ ഇഫക്റ്റ് അഥവാ മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് വെയറിംഗ് അപ്പാരൽ ഫർണിച്ചർ ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ്. ഒരാൾ അയാളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് കൈവശം വെച്ചിട്ടുള്ള ഫർണിച്ചർ, വെയറിങ്, വാച്ച് ഒക്കെ തുടങ്ങിയിട്ടുള്ള പേഴ്സണൽ ഇഫക്റ്റുകൾ എന്തല്ല ക്യാപിറ്റൽ അസറ്റ് അല്ല. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്, റൂറൽ സ്ഥലത്തുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ദെൻ നോട്ടിഫൈഡ് ഗോൾഡ് ബോണ്ടുകൾ, ഗോൾഡ് 6.5% ഗോൾഡ് ബോണ്ട് 1977 അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഗോൾഡ് ബോണ്ടുകൾ. നോട്ടിഫൈഡ് ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ടുകൾ ഒന്നും ക്യാപിറ്റൽ അസറ്റുകളല്ല. എന്നാലും പേഴ്സണൽ ഇഫക്റ്റുകളൊന്നും ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞെങ്കിലും അതിലും എന്തുണ്ട്, എക്സംഷൻസ് ഉണ്ട്. താഴെ പറയുന്ന പേഴ്സണൽ അസറ്റുകളൊക്കെ ക്യാപിറ്റൽ അസറ്റുകളാണ്. ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, എനി വർക്ക് ഓഫ് ആർട്ട് എന്നിവയൊക്കെ 2 സബ്സെക്ഷൻ 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്നാൽ ഇതൊന്നും അല്ലാത്ത സാധാരണ ഒരു വ്യക്തി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അയാളുടെ പേഴ്സണൽ ഇഫക്റ്റുകളൊന്നും എന്തല്ല ക്യാപിറ്റൽ അസറ്റ് അല്ല. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ, രണ്ടാമത്തെ ഭാഗം, എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ എ FII വിച്ച് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ സച്ച് സെക്യൂരിറ്റീസ് ആസ് പെർ സെബി റെഗുലേഷൻ എന്ന്. അഥവാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെബി റെഗുലേഷൻ പ്രകാരം ഏതെങ്കിലും ഷെയറിൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും എന്താ പറയുക, ക്യാപിറ്റൽ അസറ്റ് എന്നാണ് പറയുക. ഇനി ക്യാപിറ്റൽ അസറ്റ്സിന് കൈൻഡ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും എന്നും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ആണ്. അത് സെക്ഷൻ 2 സബ്സെക്ഷൻ 42A ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഓരോ കാറ്റഗറി ഓഫ് അസറ്റിനനുസരിച്ചാണ് ഈ പീരിയഡ് ഓഫ് ഹോൾഡിങ് കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഫസ്റ്റ് പറയുന്ന കാറ്റഗറിയിൽ സെക്യൂരിറ്റി ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെക്യൂരിറ്റീസും, ഷെയർ, ഡിബെഞ്ചർ, ബോണ്ടൊക്കെ. അതുപോലെ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ, സീറോ കൂപ്പൺ ബോണ്ട് തുടങ്ങിയവർക്കൊക്കെ 12 months ഓർ ലെസ് ആണ് ആ അസറ്റ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നാണ് പറയുക. 12 മാസത്തിൽ കൂടുതൽ നമ്മൾ കൈവശം വെച്ചിട്ടാണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നാണ് പറയുക. ഇനി അൺലിസ്റ്റഡ് ഷെയർസ്, ലിസ്റ്റ് ചെയ്യാത്ത, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയറുകൾ, ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത് എന്നിവക്കൊക്കെ 24 months ആണ് കൺസിഡർ ചെയ്യുക. 24 മാസമോ അതിൽ താഴെയോ ആണ് നമ്മൾ കൈവശം വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ ഇതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും, അതിൽ കൂടുതൽ കൈവശം വെച്ചിട്ട് സെല്ല് ചെയ്യുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും പറയും. ഇനി യൂണിറ്റ് ഓഫ് ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട് ആണെങ്കിൽ, അതുപോലെ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ്, നേരത്തെ അൺലിസ്റ്റഡ് ഷെയർസിനെ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അൺലിസ്റ്റഡ് ഡിബെഞ്ചർ, ബോണ്ട് തുടങ്ങിയവയും അതർ ക്യാപിറ്റൽ അസറ്റുകളുടെ എല്ലാ കേസിലും 36 months ആണ് പരിഗണിക്കുക. 36 മാസമോ അതിൽ താഴെയോ ആണ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമും, അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നാണ് പറയുക. ഇനി ട്രാൻസ്ഫർ, വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫർ എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 47 പ്രകാരം ട്രാൻസ്ഫർ ഇൻക്ലൂഡ്സ് സെയില്, എക്സ്ചേഞ്ച് ഓർ റീലിംഗ്വിഷ്മെന്റ് ഓഫ് ദ അസറ്റ്, extinguishment of any rights therein, compulsory acquisition thereof under any law,
The owner of capital asset may convert the same into stock in trade of a business carried on by him. Such conversion is treated as transfer. അഥവാ ഒരു ആള് അയാളുടെ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റി. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ള അസറ്റാക്കി മാറ്റിയാൽ അതിനെ ആ കൺവേർഷനെയും ട്രാൻസ്ഫർ ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ആ അന്നത്തെ വില നിലവാരം അനുസരിച്ചുണ്ടാകുന്ന പ്രോഫിറ്റ് ഓർ ലോസിന് അയാൾ ടാക്സ് കൊടുക്കണം. മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് എ സീറോ കൂപ്പൺ ബോണ്ട്. അയാളുടെ അടുത്തൊരു ബോണ്ട് ഉണ്ടായിരുന്നു, ബോണ്ടിനെ റെഡീം ചെയ്തിട്ട് ക്യാഷ് ആക്കി പോകും. അങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ അയാൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. പാർട്ട് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. ലാസ്റ്റ്ലി there are certain types of transaction which have the effect of transferring or enabling the enjoyment of any movable property. നമ്മളെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതേ ഇഫക്റ്റ് ആണ് ഉള്ളത് എന്ന് കരുതുക. അത്തരം കാര്യങ്ങൾക്കും എന്തായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കും. ഇനി ട്രാൻസാക്ഷൻസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ. സെക്ഷൻ 47 കുറേ ട്രാൻസാക്ഷൻ പറയുന്നുണ്ട്. അത് ട്രാൻസ്ഫർ പോലെയാണ്, പക്ഷെ ട്രാൻസ്ഫർ ആയിട്ട് ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. ഒന്ന് ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് എ HUF. HUFന്റെ പ്രോപ്പർട്ടി വീതം വെച്ച് കൊടുക്കുമ്പോൾ എ ഗിഫ്റ്റ് ഓർ വിൽ ഓർ അൻ ഇറിവോക്കബിൾ ട്രസ്റ്റ്. നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വിൽപത്രം എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇറിവോക്കബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പർട്ടി വേറെ കൈമാറ്റം ചെയ്താൽ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ ഹോൾഡിംഗ് കമ്പനി ടു ഇറ്റ്സ് വോള്യൂ ഓൺ സബ്സിഡറി ഇന്ത്യൻ സബ്സിഡറി കമ്പനി. ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ എ സബ്സിഡറി കമ്പനി ടു ഇറ്റ്സ് 100% ഹോൾഡിംഗ് കമ്പനി. ഒരു സബ്സിഡറി കമ്പനി അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ അമാൽഗമേറ്റിംഗ് കമ്പനി ടു അമാൽഗമേറ്റഡ് ഇന്ത്യൻ കമ്പനി. അതിൽ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ ഡീമേർജ്ഡ് കമ്പനി ടു ദ റിസൾട്ടിംഗ് ഇന്ത്യൻ കമ്പനി. ഇത്തരം കേസിലൊന്നും ഈ ട്രാൻസ്ഫറുകളൊന്നും ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. അതുകൊണ്ട് അതിന്മേൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അപ്ലിക്കബിൾ അല്ല. ഈ ലിസ്റ്റ് ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റാണ്. അതിൽ ഫസ്റ്റ് 6 മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരുപാട് നാച്ചുറലുള്ള ട്രാൻസാക്ഷൻസിനൊന്നും ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി എക്സംഷൻസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ്. സെക്ഷൻ 54 to 54F വരെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള കുറേ ട്രാൻസാക്ഷൻസ് ആണ് പറയുന്നത്. അതിനെ ഓരോന്നിനെയും നമുക്ക് ടാബുലാർ ഫോമിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സെക്ഷൻ 54 പറയണം, 54B, 54D, 54EC, 54EE, 54F വരെയുള്ള സെക്ഷൻസ് പറയുന്നുണ്ട്. എലിജിബിൾ അസറ്റ്സ് 54ൽ അസസീസ് ഇൻഡിവിജ്വൽസിനും HUFനുമാണ് ഈ എക്സംഷൻ എലിജിബിൾ ഉള്ളത്. 54Bയിലും ഇൻഡിവിജ്വൽ HUFന് മാത്രമാണ് എലിജിബിൾ. 54D എനി അസസി എലിജിബിൾ ആണ്. 54Eയിൽ എനി അസസി, 54Eയിലും എനി അസസി ആൻഡ് 54Fൽ ഇൻഡിവിജ്വലും HUFനും മാത്രമാണ് ഈ സെക്ഷൻ പ്രകാരമുള്ള എക്സംഷൻ അനുവദിക്കുക. അസറ്റ് ട്രാൻസ്ഫേർഡ്, എന്ത് അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നാണ്. 54F പ്രകാരം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അത് അപ്ലിക്കബിൾ ആവുക. 54B പ്രകാരം അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അപ്ലിക്കബിൾ ആവുക. 54D പ്രകാരം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോമിംഗ് പാർട്ട് ഓഫ് എൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ആവണം. 54ECയിൽ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്, ലാൻഡും പറ്റും ബിൽഡിങ്ങും പറ്റും, അല്ലെങ്കിൽ ഒരുമിച്ച് ഉള്ളതും, അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ട്രാൻസ്ഫർ ചെയ്യാം ക്യാപിറ്റൽ അസറ്റ്. 54Eയിൽ ഏത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും ട്രാൻസ്ഫർ ചെയ്യാം. 54F പ്രകാരവും ഏത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ റെസിഡൻഷ്യൽ ഹൗസ് ആകാൻ പറ്റില്ല. ഇനി അതർ കണ്ടീഷൻ, ഇതിന് പുറമെ മറ്റ് എന്ത് കണ്ടീഷനാണ് ഈ എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വേണ്ടതെന്ന് ചോദിച്ചാൽ, പിന്നെ 54ൽ പറയുന്നത് ഇൻകം ഫ്രം സച്ച് ഹൗസ് ഷുഡ് ബി ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ ഈ വിൽക്കുന്ന റെസിഡൻഷ്യൽ ഹൗസ് എന്നുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് കൊടുക്കുന്നതായിരിക്കണം. ഇനി 54Bയിൽ ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസസ് ബൈ അസസി ഓർ ഹിസ് പാരൻസ് ഓർ HUF ഫോർ 2 years ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിംഗ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ 2 വർഷം മുമ്പ് വരെ ആയിരിക്കണം അസസി അല്ലെങ്കിൽ അയാളുടെ പാരന്റ് അല്ലെങ്കിൽ HUF അത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ആ ലാൻഡ് ഉപയോഗിച്ചിരിക്കണം. അതോ കഴിഞ്ഞ 2 വർഷമായിട്ട് അഗ്രികൾച്ചറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 54Dയിലെ അഡീഷണൽ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ബിസിനസ് അണ്ടർടേക്കിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിംഗ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ദ ട്രാൻസ്ഫർ ഷുഡ് ബി ബൈ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ദ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അഥവാ 54D പ്രകാരം ആ ലാൻഡ് ബിസിനസ് പർപ്പസിന് കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കണം. അതുപോലെ അത് കമ്പൽസറി അക്വസിഷന്റെ ഭാഗമായിട്ട് ടേക്ക് ഓവർ ചെയ്തിരിക്കണം. റോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തതായിരിക്കണം. 54ECയിലും 54Eയിലും ആ കണ്ടീഷൻസ് ഒന്നുമില്ല. 54Fല്
Assessee should not own more than one residential house on the date of transfer. He should not purchase within 2 years or construct within 3 years after the date of transfer another residential house. 54F പ്രകാരം അസസിക്ക് ഒന്നിലധികം വീട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അയാൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ പുതിയ വീട് വാങ്ങിക്കാനോ 3 വർഷത്തിനുള്ളിൽ പുതിയ വീട് വെക്കാനോ പാടില്ല. എന്നാൽ ഈ എക്സംഷൻ അയാൾക്ക് എന്താവുള്ളൂ, എലിജിബിൾ ആവുകയുള്ളൂ. ഇനി 4ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ക്വാളിഫയിങ് അസറ്റ്. നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിന് എക്സംഷൻ കിട്ടണമെങ്കിൽ അത് വേറെ ഏത് സ്ഥലത്താണ് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ്. 1ാമത്തെ കേസിൽ റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 1 റെസിഡൻഷ്യൽ ഹൗസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ 2 റെസിഡൻഷ്യൽ ഹൗസസ് ഇൻ ഇന്ത്യ അറ്റ് ദ ഓപ്ഷൻ ഓഫ് അസസി വേർ ക്യാപിറ്റൽ ഗെയിൻസ് ഡു നോട്ട് എക്സീഡ് 2 crore. 2 കോടിയിൽ കൂടാതെ ക്യാപിറ്റൽ ഗെയിന് 1 അല്ലെങ്കിൽ 2 വീടുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു വീട് വിറ്റിട്ട് വേറെ വീട്ടിൽ വേണം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ, എന്നാലാണ് എക്സംഷൻ കിട്ടുക. ദെൻ ഇവിടെ ലാൻഡ് ഫോർ ബീയിങ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. അർബൺ അഗ്രികൾച്ചറൽ ലാൻഡ് സെല്ല് ചെയ്തിട്ട് വേറെ എന്ത് ചെയ്യണം, അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങണം. അത് അർബൺ ആവണം നിർബന്ധമില്ല, അർബണിലോ റൂറലിലോ വേറെ അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങണം. ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ റൈറ്റ് ഇൻ ദ ലാൻഡ് ഓർ ബിൽഡിംഗ്. ഇവിടെ നമ്മൾ ഇൻഡസ്ട്രിയൽ ലാൻഡിന്റെ കാര്യം പറഞ്ഞു, അത് വിറ്റിട്ട് വേറെ ലാൻഡോ ബിൽഡിങ്ങോ അയാൾ എന്തിരിക്കണം, വാങ്ങിച്ചിരിക്കണം. Then bonds of National Highway Authority of India or RECL or any other bond notified by capital in redeemable after 5 years. 5 വർഷം കഴിഞ്ഞിട്ട് റെഡീം ചെയ്യാവുന്ന അല്ലെങ്കിൽ അതുപോലത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പ്രകാരം യൂണിറ്റ് ഇഷ്യൂഡ് ബൈ ദ 1st April 2019 ഓഫ് സ്പെസിഫൈഡ് ഫണ്ട് ആസ് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത സ്പെസിഫൈഡ് ബോണ്ടിൽ വേണം എന്ത് ചെയ്യാൻ, ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. 1 റെസിഡൻഷ്യൽ ഹൗസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അവസാനത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിൽക്കുകയാണ്, അത് വിറ്റ് കിട്ടുന്ന പൈസ നമ്മൾ റെസിഡൻഷ്യൽ ഹൗസിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എന്നാലാണ് നമുക്ക് എക്സംഷൻ കിട്ടുക. അതിൻ്റെ 5ാമത്തെ പോയിന്റ് ടൈം ലിമിറ്റ് ഫോർ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ. എത്ര കാലത്തിനുള്ളിലാണ് ഈ റീഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് നമുക്ക് എക്സംഷൻ എലിജിബിൾ ആവണമെങ്കിൽ. ഫസ്റ്റ് കേസിൽ അഥവാ റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കുമ്പോൾ പർച്ചേസ് വിത്തിൻ 1 year ബിഫോർ or 2 years after the date of transfer or construct within 3 years after the date of transfer. നമ്മൾ ഒരു വർഷം മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം ശേഷമോ ആയിട്ട് പർച്ചേസ് ചെയ്യണം. ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ 3 വർഷത്തിനകത്തായിട്ട് പുതിയ വീട് ഉണ്ടാക്കിയിരിക്കണം, എന്നാലേ ഈ എക്സംഷൻ കിട്ടുള്ളൂ. പർച്ചേസ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇനിയും അഗ്രികൾച്ചറൽ ലാൻഡാണ് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറെ വാങ്ങിക്കുന്നത് വെച്ചെങ്കിൽ 2 വർഷത്തിനകത്ത് പർച്ചേസ് ചെയ്തിരിക്കണം. പർച്ചേസ് ഓർ കൺസ്ട്രക്ട് വിത്തിൻ 3 years ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഫോർ ഷിഫ്റ്റിംഗ് ഓർ റീഎസ്റ്റാബ്ലിഷിംഗ് ദ എക്സിസ്റ്റിംഗ് അണ്ടർടേക്കിംഗ് ഓർ സെറ്റിംഗ് അപ്പ് എ ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അഥവാ ഇനി ഇൻഡസ്ട്രിയൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് നമ്മൾ കമ്പൽസറി അക്വസിഷന്റെ ഭാഗമായി ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ഉപയോഗിച്ച് വേറെ ഇൻഡസ്ട്രിയൽ ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് 3 വർഷത്തിനകത്ത് ചെയ്യണം, എന്നാലാണ് ആ ടാക്സ് എക്സംഷൻ കിട്ടുക. പർച്ചേസ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ പറഞ്ഞല്ലോ നോട്ടിഫൈ ചെയ്ത ഗവൺമെന്റ് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് 6 മാസത്തിനകത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. പർച്ചേസ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് സച്ച് ട്രാൻസ്ഫർ. നോട്ടിഫൈ ചെയ്ത ഡെപ്പോസിറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 മാസത്തിനകത്ത് ചെയ്യണം, എന്നാലേ നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. പർച്ചേസ് വിത്തിൻ 1 year ബിഫോർ ഓർ 2 years ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ or construct within 3 years after the date of transfer. ഇനി നമ്മൾ എന്തെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വെച്ചിട്ട് വീടാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കേസിൽ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ നടക്കുന്നതിൻ്റെ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം ശേഷമോ ആയിട്ട് പർച്ചേസ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ 3 വർഷത്തിനകത്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമാണ്. അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് കോസ്റ്റ് ഓഫ് ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് or 2 houses as the case may be or capital gain whichever is lower is exempt. ഇതിൽ എന്താണ് എക്സംഷൻ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുന്നതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ അതിലേതാണോ ചെറുത് എന്നുണ്ടെങ്കിൽ അതാണ് എക്സംഷൻ കിട്ടുക. അഥവാ പറയുന്ന അർത്ഥം നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരു വീടുണ്ടായിരുന്നു, ആ വീട് വിറ്റ സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അഥവാ ലാഭമായിട്ട് ഒരു 5 ലക്ഷം കിട്ടിയിരുന്നു.
എന്നിട്ട് നമ്മളൊരു പുതിയ വീട് വാങ്ങിച്ചു. പുതിയ വീട് വാങ്ങിക്കാൻ നമുക്ക് 4 ലക്ഷമാണ് ചിലവായത് എങ്കിൽ നമുക്ക് ഇൻകം ടാക്സിന് എക്സംഷൻ കിട്ടുന്നത് ശരിക്കും 5 ലക്ഷം ടാക്സബിൾ ആണ്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടല്ലോ. പക്ഷെ അതിൽ 4 ലക്ഷം ഈ വീട് വാങ്ങിച്ചതിന് എക്സംഷൻ കിട്ടും, ബാക്കി 1 ലക്ഷം ആയിരിക്കും ടാക്സബിൾ ഉണ്ടാവുക. അതേസമയത്ത് 5 ലക്ഷമാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത്, പക്ഷേ 10 ലക്ഷത്തിന് പുതിയ വീട് വാങ്ങിച്ചതുണ്ടെങ്കിൽ അത് ഫുള്ളും എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. അപ്പോൾ ഏതാണോ കുറവ് അതാണ് എക്സംഷൻ കിട്ടുക. ദെൻ അഗ്രികൾച്ചറൽ ലാൻഡിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് ഓർ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഈസ് ലോവർ. ഇതിലും അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ആണോ നമ്മൾ പുതിയ വാങ്ങുന്ന അഗ്രികൾച്ചറൽ ലാൻഡിന്റെ പൈസ പർച്ചേസ് കോസ്റ്റ് ആണോ ചെറുത്, അത് എക്സംപ്റ്റഡ് ആയിരിക്കും. തേർഡ് കേസിൽ ഇൻഡസ്ട്രിയൽ ലാൻഡിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഓർ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഈസ് ലോവർ. ഇതേപോലെ തന്നെ നമ്മൾ പുതിയ വാങ്ങിച്ച ലാൻഡിന്റെ പൈസയാണോ അതോ ക്യാപിറ്റൽ ഗെയിൻ ആണോ ചെറുത്, അത് എക്സംപ്റ്റഡ് ആയിരിക്കും. നാലാമത്തെ കേസിൽ നമ്മൾ അഥവാ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫൈഡ് ബോണ്ട് വിച്ച് എവർ ഈസ് ലോവർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയ ലാഭമാണോ അതോ സ്പെസിഫൈഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണോ ചെറുത്, അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ഇവിടെ ഒരു അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്, മാക്സിമം ഒരു വർഷം 50 ലക്ഷം മാത്രമേ എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ എന്നുള്ള അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് കേസിൽ അഥവാ നമ്മൾ സ്പെസിഫൈ ചെയ്ത ഡെപ്പോസിറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ നോട്ടിഫൈഡ് യൂണിറ്റ് ഓഫ് സ്പെസിഫൈഡ് ഫണ്ട് വിച്ച് എവർ ഇസ് ലോവർ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടോ അതോ നമുക്ക് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ആണോ ചെറുത്, അതാണ് എക്സംപ്റ്റഡ്. നേരത്തെ പറഞ്ഞ 50 ലക്ഷത്തിൻ്റെ അഡീഷണൽ കണ്ടീഷൻ ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ദെൻ ലാസ്റ്റ് കേസിൽ അഥവാ ഏതെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് ഗ്രേറ്റർ ദാൻ നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഓഫ് ദ ഒറിജിനൽ അസറ്റ് എൻ്റയർ ക്യാപിറ്റൽ ഗെയിൻ ഈസ് എക്സംപ്റ്റ്. അതുപോലെ കോസ്റ്റ് അഥവാ ഈ കേസിലും ഒരു ചെറിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വിൽക്കുന്ന റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, നമ്മൾ വിൽക്കുന്ന ലോങ് ടേം അസറ്റിന് നമുക്ക് കിട്ടിയ കൺസിഡറേഷൻ, നെറ്റ് കൺസിഡറേഷൻ ഫ്രം ഒറിജിനൽ അസറ്റ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ലോങ് ടേം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പൈസ നമ്മൾ പുതിയ വാങ്ങിക്കുന്ന വീടിനേക്കാൾ വലുതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പുതിയ വാങ്ങിക്കുന്ന വീടിൻ്റെ ചെലവ് നമുക്ക് കിട്ടിയ ലാഭത്തിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ആയിരിക്കും. അതല്ലെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ കോസ്റ്റ് ഓഫ് ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് ഈസ് ലെസ് ദാൻ, നമ്മൾ പുതിയ വാങ്ങിക്കുന്ന വീടിൻ്റെ ചെലവ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽ കൺസിഡറേഷനേക്കാൾ ചെറുതാണെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് എക്സംപ്ഷൻ കിട്ടുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 5 ലക്ഷം രൂപ കിട്ടി. നമ്മൾ പുതിയ വീട് വാങ്ങിക്കുന്നതിൻ്റെ വില 6 ലക്ഷം ഉണ്ടെങ്കിൽ ഫുൾ ക്യാപിറ്റൽ ഗെയിൻ എന്താവും, എക്സംപ്റ്റഡ് ആയിരിക്കും. അതേസമയത്ത് 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി 4 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിന് എക്സംഷൻ കിട്ടുള്ളൂ. അഥവാ 4/5 എന്നുള്ള പ്രപ്പോർഷനിൽ എക്സംഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. ഓരോ സെക്ഷനിൽ നമ്മൾ പഠിച്ചു. 54, 54B, 54D, 54EC, 54EE, 54Fലൊക്കെ നമ്മൾ പറഞ്ഞു. അതുപ്രകാരം ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. പക്ഷേ ആ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേറെ അസറ്റിൽ ആ പറഞ്ഞ പീരീഡിനകത്ത് റീഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. അതിൻ്റെ പെർഫോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ റിസീവ്ഡ് ഓർ അക്രൂഡ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്ഫർ. നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ഫുൾ പൈസ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ അത് എഴുതുക. ലെസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് വോളി ഓർ ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ. അഥവാ ബ്രോക്കറേജ് കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള ചെലവുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായ സംഖ്യകളൊക്കെ അതിൽ നിന്ന് ലെസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന അതേസമയത്ത് STT ലെസ് ചെയ്യാൻ പറ്റില്ല. ഡിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് STT പെയ്ഡ് വിൽ നോട്ട് ബി അലൗഡ് എന്നാണ്. STT എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. ഷെയർ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ടാക്സ് ആണത്. അത് ലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. നമുക്ക് ആദ്യം കിട്ടിയ ഫുൾ വാല്യൂ കൺസിഡറേഷൻ അതിൽ നിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്തപ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആൻഡ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അസറ്റ് വാങ്ങാൻ വേണ്ടി വന്നിരുന്ന ചെലവാണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ അസറ്റിന് പിന്നീട് നമുക്ക് ഇംപ്രൂവ്മെന്റുകൾ നടത്തുമല്ലോ, റിപ്പയർ മെയിൻ്റനൻസ് നടത്തുമ്പോൾ വന്ന ചെലവുകളാണ്. ഇത് രണ്ടിനെയും ഇൻഡെക്സ് ചെയ്തുകൊണ്ട് ലെസ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനലി നമുക്ക് വന്ന കോസ്റ്റും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇൻഡെക്സ് ചെയ്ത് കോസ്റ്റ് ലെസ് ചെയ്യാം. ഇൻഡെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് കാലം മുമ്പ് വാങ്ങിച്ചൊരു ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അന്ന് അതിന് ചെറിയ വില ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ വില ഇന്നത്തേതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് പ്രൈസ് ഉപയോഗിക്കാം. ഉദാഹരണം പറയാം, നമ്മൾ 10,000 രൂപക്ക് ഒരു ലാൻഡിൻ്റെ പ്ലോട്ട് വാങ്ങിച്ചതായിരുന്നു എന്നരുത്. അപ്പോൾ ഒരു സെൻറ്റിന് അന്ന് 10,000 ആയിരുന്നു. ഇപ്പം നമ്മൾ 1 ലക്ഷത്തിന് വിൽക്കുമ്പോൾ 1 ലക്ഷം മൈനസ് 10,000 90,000 രൂപ ശരിക്കും ഒരു സെൻറ്റിന് ലാഭമാണ്.
പക്ഷേ നമ്മൾ അങ്ങനെ ഫുൾ പ്രോഫിറ്റിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ഈ 10,000 അന്ന് വാങ്ങിച്ച 10,000 നമുക്ക് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഇന്നത്തെ വില നിലവാരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ 10,000 എന്ന് പറയുന്നത് ഏകദേശം ചിലപ്പോൾ 50,000 തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1,00,000 മൈനസ് 50,000, അങ്ങനെ നമുക്ക് ശരിക്കും കിട്ടിയ 50,000 മാത്രം എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഒറിജിനൽ കോസ്റ്റിനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻഡെക്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അന്നത്തെ വില നിലവാരം ഇന്നത്തെ വില നിലവാരം കൂടി പരിഗണിച്ചിട്ട് രണ്ടിൻ്റെയും ഇൻഡെക്സ് തന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ലെസ് എക്സംഷൻസ് അണ്ടർ ദ സെക്ഷൻ 54. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻസ് പ്രകാരം എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ ലെസ് ചെയ്യാം. അപ്പോൾ ഫൈനലി കിട്ടുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ താഴെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എങ്ങനെ കാണുക എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തുള്ളത്. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് അസറ്റ് ഈസ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഫസ്റ്റ് ഹെൽഡ് ബൈ ദ അസസി ഓർ 2001 വിച്ച് എവർ ഈസ് ലേറ്റർ എന്നാണ്. അഥവാ കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും, നമ്മൾ വാങ്ങിച്ച 10,000 രൂപ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ, ഈ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. ഇപ്പോൾ 410 ആണെങ്കിൽ അതോടെ എടുക്കുക, ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻ വിച്ച് പർച്ചേസ്. നമ്മളിപ്പോൾ 1999 പർച്ചേസ് ചെയ്താണെങ്കിൽ ആ വർഷത്തെ ഇൻഡെക്സ് തന്നിട്ടുണ്ടാവില്ല. 2001 ശേഷമുള്ള അതിന് മുമ്പത്തെ വർഷമാണെന്നുണ്ടെങ്കിൽ 2001 2002 ഇൻഡെക്സ് എടുക്കുക. അതിന് ശേഷമുള്ള വർഷങ്ങൾ 2010 2010 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും, ആ ഇൻഡെക്സ് എടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ 410 മുകളിൽ, നമ്മൾ 99 പർച്ചേസ് ചെയ്തതായതുകൊണ്ട് 2001 2002 ഇൻഡെക്സ് 100 ആയിരിക്കും. അപ്പോൾ 410/100 എന്ന് പറയുമ്പോൾ ഏകദേശം 4 ഇരട്ടിയായിട്ട് കൂടും പൈസ. 10,000 ഉള്ളത് 41,000 ആയിട്ട് മാറും. അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ പ്രകാരം ഇത് രണ്ടും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും, അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കൺവേർട്ട് ചെയ്യുക, ഇൻഡെക്സ് ഓഫ് അക്വസിഷൻ കണ്ടുപിടിക്കുക. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെയും ഇതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യാം. സെയിം ഇക്വേഷനാണ് അതുള്ളത്. ദെൻ ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ, ചില ബോണ്ടുകൾക്ക് അവൈലബിൾ അല്ല, ക്യാപിറ്റലൈസേഷൻ ബോണ്ടുകൾക്ക് മാത്രമേ അവൈലബിൾ ഉണ്ടാവുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എഴുതുക, അതിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്യുക, STT ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കുറക്കാം, പക്ഷെ ഇവിടെ ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റിനെ ഇൻഡെക്സ് ചെയ്യാൻ പറ്റില്ല. ലെസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 54B 54D, ഈ രണ്ട് സെക്ഷനിൽ മാത്രമേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ കേസിൽ എക്സെപ്ഷൻ പറയുന്നുള്ളൂ. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ കമ്പ്യൂട്ട്. ഇനി റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, എത്രയാണ് ഇൻകം ടാക്സ് റേറ്റ് എന്നുള്ളതാണ്. 111A സെക്ഷൻ പ്രകാരം പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, ഇത്തരം കേസുകളിൽ നിന്നൊക്കെ 15% ആണ് എന്തെന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടത്. ഇഫ് STT ഈസ് പെയ്ഡ്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ പേ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റഡ് ഷെയറും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ 15% ആണ് കൊടുക്കേണ്ടത്. ഇനി താഴെ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ഫോറിൻ കറൻസിയിലാണെന്നുണ്ടെങ്കിൽ STT പേ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൺസെഷണൽ റേറ്റ് അപ്ലിക്കബിൾ ആകും എന്നാണ് പറയുന്നത്. അതുപോലെ ഈ പറഞ്ഞ അസറ്റുകളൊന്നും അല്ലെങ്കിൽ, ഇക്വിറ്റി ഷെയറും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റും ഒന്നും അല്ലെങ്കിൽ എല്ലാം നോർമൽ സ്ലാബിലാണ് ടാക്സ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. അഥവാ ഇത് സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് ഒന്നുകിൽ ഇക്വിറ്റി ഷെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കണം. അതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ലാഭത്തിന് അയാളുടെ നോർമൽ ടാക്സ് റേറ്റിൽ ടാക്സ് ചെയ്യും. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതാണ്. 112A പ്രകാരം ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എക്സീഡിംഗ് 1 lakh ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ദ ഫോളോയിങ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. താഴെ പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യത്തെ 1 ലക്ഷം കഴിച്ചിട്ടുള്ള എമൗണ്ടിനൊക്കെ 10% ടാക്സ് വരുന്നതാണ്. ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് STT കൊടുത്തിട്ടുണ്ടെങ്കിൽ, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, അതുപോലെ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ് അതൊക്കെ. അതോ ഷെയറുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 1 ലക്ഷം വരെ എക്സംഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ക്യാപിറ്റൽ ഗെയിൻസിന് 10% ടാക്സ് കൊടുക്കണം. ഇനി നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഫോറിൻ കറൻസിയിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ STT കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ 10% കൺസെഷണൽ റേറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ദെൻ 112 സെക്ഷൻ പ്രകാരം ലോങ് ടേം അസറ്റിന്റെ മറ്റു കാര്യങ്ങളുടെ ഇത് പറയുന്നുണ്ട്. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഷെയർസ് ഓർ ക്ലോസ്ലി ഹെൽഡ് കമ്പനീസിന്റെ ഒക്കെ ആണെങ്കിൽ
നോൺ കോർപ്പറേറ്റ് നോൺ റെസിഡൻറ്റ് ഫോറിൻ കമ്പനികൾക്ക് 10% വിത്തൗട്ട് ദ ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ. അതുപോലെ അതർ അസസീസിനൊക്കെ 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആണ് റേറ്റ് അപ്ലിക്കബിൾ ആവുക. ഇനി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ എ യൂണിറ്റ് ഓർ സീറോ കൂപ്പൺ ബോണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന് 10% ആണ് വിത്തൗട്ട് ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷനും 20% അവൈലിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ. നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ 20% റേറ്റിൽ കൊടുക്കണം, അല്ലെങ്കിൽ 10%. മറ്റെല്ലാ അസറ്റുകൾക്കും 20% ആണ് എന്ത് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടാക്സ് റേറ്റ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 15% ആണ് ഷെയറുമ്മിൽ ഇതൊക്കെ ഉള്ളത്. മറ്റുള്ളതൊക്കെ നോർമൽ റേറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഷെയർ അങ്ങനത്തിനൊക്കെ 15% ആണ്, 10% ആണ്. മറ്റുള്ളതിനൊക്കെ ഇൻഡെക്സേഷൻ ഇല്ലെങ്കിൽ 10%, ഇൻഡെക്സേഷൻ ഉണ്ടെങ്കിൽ 20% ആണുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ മിഥുൻ പർച്ചേസ്ഡ് 100 ഇക്വിറ്റി ഷെയർസ് ഓഫ് മെസ്സേഴ്സ് ഗുഡ് മണി കമ്പനി ലിമിറ്റഡ് ഓൺ 1st April 2005. 2005 പർച്ചേസ് ചെയ്തു അറ്റ് ദ റേറ്റ് ഓഫ് 1000 പെർ ഷെയർ, 1000 രൂപ ഷെയറിനായിട്ട് ഇൻ പബ്ലിക് ഇഷ്യൂ ഓഫ് എ കമ്പനി ബൈ പേയിങ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. STT കൊടുത്തുകൊണ്ട് തന്നെ 1000 രൂപ നിരക്കിൽ 100 ഷെയർ 2005 പർച്ചേസ് ചെയ്തു. കമ്പനി അലോട്ടഡ് ബോണസ് ഷെയർസ് ഇൻ ദ റേഷ്യോ 1:1 ഓൺ 1/12/2018. 2018 ഡിസംബറിൽ 1:1 എന്നുള്ള രീതിയിൽ ബോണസ് ഷെയർ ഫ്രീ ആയിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തു. ഹി ഹാസ് ഓൾസോ റിസീവ്ഡ് ഡിവിഡൻഡ് 10 പെർ ഷെയർ ഓൺ 1/5/2019. 2019 അയാൾക്ക് ഡിവിഡൻഡും കിട്ടി. ഹി ഹാസ് സോൾഡ് ഓൾ ഷെയർസ് ഓൺ 1/10/2019. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ 2019 അത് സെല്ല് ചെയ്തു അറ്റ് ദ റേറ്റ് ഓഫ് 4000 പെർ ഷെയർ. 1000 രൂപക്ക് വാങ്ങിച്ച ഷെയർ ഒരു 4000 രൂപക്ക് സെല്ല് ചെയ്തു ത്രൂ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് പെയ്ഡ് ബ്രോക്കറേജ് 1% ആൻഡ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ 0.02% ടു സെലിബ്രേറ്റ് ഹിസ് 75th ബർത്ത്ഡേ. അയാളെ 75ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 4000 രൂപ നിരക്കിൽ 2019 ഷെയർ സെല്ല് ചെയ്തു. 1% ബ്രോക്കറേജും 0.02% STTയും കൊടുത്തു. കമ്പ്യൂട്ട് ഹിസ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21 അസ്യൂമിംഗ് ദാറ്റ് ഹി ഈസ് ഹാവിംഗ് നോ ഇൻകം അതർ ദാൻ ഗിവൺ എബവ്. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് മെസ്സേഴ്സ് ഗുഡ് മണി കമ്പനി ലിമിറ്റഡ് 31/1/2018 ഈസ് 2000. അഥവാ അയാൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 31/1/2018 വില പ്രകാരം അതിനെന്താണ് 2000 രൂപയാണ് അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇയാളുടെ ക്യാപിറ്റൽ ഗെയിൻ എത്രയെന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ. ഇത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അയാൾക്ക് 75th ബർത്ത്ഡേ ആണെങ്കിൽ അതുകൊണ്ട് അയാൾ സീനിയർ സിറ്റിസൺ ആണെന്ന് മനസ്സിലാക്കണം. അതുപോലെ 100 ഷെയർ അയാൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കി 100 ഷെയർ അയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, അതിന് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഉണ്ടാവില്ല. അതുപോലെ അയാൾ 2 തരം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട് അയാളുടെ ഒറിജിനൽ ഷെയർസിന്റെ കേസിൽ. കാരണം അയാൾക്ക് 2005 വാങ്ങിച്ച സാധനം അയാൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നതാണ്. അതേസമയത്ത് 2018 അയാൾക്ക് ഡിസംബർ 2018 അയാൾക്ക് പിന്നെ ബോണസ് ഷെയർ കിട്ടിയിട്ടുള്ളൂ. അത് അയാൾ 2019 തന്നെ അയാൾ എന്ത് ചെയ്യാൻ പോവാണ്, സെല്ല് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല. അത് ഡിസംബറിൽ വാങ്ങിയിട്ട് ഒക്ടോബർ 2019 സെല്ല് ചെയ്യുന്നതുകൊണ്ട് ഒരു വർഷമായിട്ടില്ല. അപ്പോൾ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഒറിജിനൽ ഷെയർസ് ആണ് ആദ്യം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഗ്രോസ് സെയിൽ കൺസിഡറേഷൻ 100 × 4000 രൂപക്ക് വിറ്റപ്പോൾ 4 ലക്ഷം രൂപ കിട്ടി 100 ഷെയർ. ലെസ് ബ്രോക്കറേജ് 4000 രൂപ ബ്രോക്കറേജ് വരുന്നുണ്ട് 1%. അപ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ 3,96,000 ആയി. ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. കോസ്റ്റ് ഓഫ് അക്വസിഷന് 100 × 1000 രൂപക്കാണ് അയാൾ പർച്ചേസ് ചെയ്തത്. എന്നാൽ 2000 രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. കാരണം അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കുകയാണ്. അന്നത്തെ ഫെയർ വാല്യൂ 2000 ആയതുകൊണ്ട് 2 ലക്ഷം കോസ്റ്റ് എടുത്തു. അങ്ങനെ 1,96,000 രൂപ പ്രോഫിറ്റ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബോണസ് ഷെയർസ്. ഗ്രോസ് സെയിൽ കൺസിഡറേഷൻ 100 × 4000. ബോണസ് ഷെയറിന് 4000 രൂപയ്ക്ക് തന്നെയാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ 4 ലക്ഷം കിട്ടി. ബ്രോക്കറേജ് 1% 4000 കുറച്ചു. നെറ്റ് സെയിൽ കൺസിഡറേഷൻ 3,96,000. ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ നിൽ. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഒന്നും കുറക്കാനില്ല, കാരണം അയാൾക്ക് ബോണസ് ഷെയർ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് അയാൾക്ക് ഇൻഡെക്സേഷൻ അവൈലബിൾ അല്ല. ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സേഷൻ വരുമ്പോൾ ഒരു പൈസ വന്നേനെ, അതിൻ്റെ ഫെയർ വാല്യൂ വന്നേനെ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ 3,96,000 ഉണ്ടാവും. ടോട്ടൽ ഇൻകം 1,96,000 3,96,000 കൂട്ടുമ്പോൾ 5,92,000. ടാക്സ് ലയബിലിറ്റി കാണുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് 15% ആണ്. അഥവാ 3,96,000 മൈനസ് 3 ലക്ഷം ആണ് ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ 14,400. ഈ 3 ലക്ഷം എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടുള്ള ബേസിക് എക്സംഷൻ ലിമിറ്റ് ആണ്. 3,96,000 ആദ്യത്തെ 3 ലക്ഷം പോയിട്ട് ബാക്കി 1,96,000 എന്ത് ചെയ്യുന്നത്,
നമ്മൾ 15% റേറ്റിൽ ടാക്സ് ചെയ്യുന്നത്. ദെൻ 10% ഓഫ് 196 മൈനസ് 1 lakh. ഇക്വിറ്റി ഷെയർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് ആദ്യത്തെ 1 ലക്ഷം എക്സംഷൻ ഉണ്ട്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ 1.96 കിട്ടിയിരുന്ന 1 ലക്ഷം കുറച്ചിട്ട് ബാക്കിയുള്ളതിന് 10% ടാക്സ് ചെയ്തു. അതിനോടുകൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്തപ്പോൾ 24,960 എന്തെന്ന് പറയുന്നത് ടാക്സ് എന്ന് പറയുന്നത്. ഇനി ആ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എങ്ങനെ 2000 കണ്ടുപിടിച്ചെന്ന് ഇവിടെ പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓഫ് സച്ച് ഇക്വിറ്റി ഷെയർസ് അക്വയർഡ് ബിഫോർ 1/2/2018 ഈസ് ഹയർ ഓഫ് 2018 മുമ്പ് അക്വയർ ചെയ്തതിൻ്റെ ഒക്കെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, കോസ്റ്റ് ഓഫ് അക്വസിഷൻ 1000 രൂപക്കാണ് അയാൾ എടുത്തുള്ളത്. ഫെയർ മാർക്കറ്റ് വാല്യൂ 2000-നാണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 4000 ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓഫ് ഒറിജിനൽ ഷെയർ എന്ന് പറയുന്നത് 2000 പെർ ഷെയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഇതിൽ ഹയർ ഓഫ് ദി ഫോളോയിങ് ആണ് ഇതിൽ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് 2000 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ദീസ് ഓൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് and very quickly I have discussed. So please go through it. Thank you for watching. Have a nice day.